ഹലോ, നമസ്കാരം. ഞാനിന്ന് മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ഉരുകിയതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം അതിലേക്കിട്ടു. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 5-8 വെളുത്ത ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് അത് ഇതിലേക്കിടുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം 2 വലിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട്. അത് അതിലേക്കിട്ട് ഒന്ന് വഴറ്റി വെക്കാം. ഇപ്പം എല്ലാം ഇട്ടിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ട് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇത്രയും ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വാടിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ അതായിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളം ഒഴിച്ചാൽ ഇത് നല്ല പോലെ വെന്ത് കിട്ടും. ഇനി ഒന്നുകൂടി അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് അവിടുന്ന് തിളക്കട്ടെ. ഇതാണ് മഷ്റൂം. ഇത് പെട്ടെന്ന് വേവുന്നൊരു മഷ്റൂമാണ്. അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും 1 ടീസ്പൂണോളം സോയാ സോസും ഒഴിക്കുന്നുണ്ട്. തക്കാളി ഇട്ടുകൊണ്ട് ടൊമാറ്റോ സോസ് വളരെ കുറച്ച് മതി. അതുപോലെ സോയാ സോസും കുറച്ചാണ് ഞാൻ ഒഴിക്കുന്നുള്ളൂ. 1 ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മഷ്റൂം ഇതിലേക്കിടാം. നല്ല ടേസ്റ്റുള്ള മസാലയാണിത്. ചപ്പാത്തീൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ കസൂരി മേത്തി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഷ്റൂം ഇടാം. പെട്ടെന്ന് തന്നെ കുക്കാകുന്നതാണിത്. അതുകൊണ്ട് ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഇറക്കി വെക്കാം. ഇപ്പം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് അത് അടച്ച് വെച്ച് അവിടുന്ന് വെന്തോട്ടെ. അതിന് ശേഷം ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇടുന്നുണ്ട്. ഇത് കുറവാണെങ്കിൽ കുറച്ച് കൂടുതലിടാം. ഞാൻ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്. ഇത് കുറവായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു മസാലയാണ്. ഒരു എരിവും ഒരു പുളിപ്പും എല്ലാം ആയിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. മഷ്റൂം മസാല റെഡി. ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു.